ഹലോ അമ്മ. എന്തൊക്കെയുണ്ടമ്മ? ആ ഓ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആ കൊച്ചു അകത്തുണ്ട് കളിച്ചോണ്ടിരിക്കുക. ആ അമ്മ എന്തെടുക്കണ്? ആണല്ലേ. അമ്മ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. സിദ്ധുവിനെ ഈ സോമനാംബുലസ് ഉണ്ടായിരുന്ന പണ്ട് കുഞ്ഞിലെ എപ്പോഴെങ്കിലും? ആ ഈ രാത്രി ആരോടൊക്കെ പറയാതെ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നടക്കൂലേ ആ അസുഖം. അപ്പൊ ചെറുപ്പത്തിലൊന്നും വന്നിട്ടില്ല? ആണല്ലേ. ആ ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ഡൗട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ഞാൻ വിളിക്കാവേ. ആ അമ്മ ഹലോ. പിന്നെ ഞാൻ ഈ ചോദിച്ച കാര്യേ സോമനാമരസത്തിന്റെ കാര്യം സിദ്ധുവിന്റെ അടുത്ത് പറയല്ലേ. ആ ശരി. എന്താ പറഞ്ഞു? അമ്മ പറയുന്ന സിദ്ധുവിന് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലെന്ന്. അതെങ്ങനെ ശരിയാവും? രണ്ടും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവണല്ലോ ലച്ചു. ലച്ചേ, എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നേ. അവൻ ഇതുപോലെ രാത്രി എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എണീറ്റ് നടന്നിട്ട് രാത്രി അവൻ അടുക്കള ചെന്ന് മൂത്രമൊഴിക്കും. ആ എന്നിട്ട് അവന്റെ അമ്മ എന്തോ ചെയ്തെന്നറിയാമോ? താക്കോലെടുത്ത് അടുക്കള പൂട്ടി. പിന്നെ ഇവ എണീറ്റ് മൂത്രം ഒഴിക്കണത് അടുക്കളയുടെ ഫ്രണ്ടിൽ, അടുക്കളയിലെ വാതല്ല. ആ ഇപ്പൊ അതൊക്കെ മാറി. പിള്ളേരുടെ ഒരു കാര്യങ്ങള്. പിള്ളേരാ 40-40 വയസ്സുണ്ട്. ആ എന്നാൽ ഇതെന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മായി. ലച്ചേ, ചിലപ്പം ഗൾഫിൽ വെച്ചാണ് അവന് തുടങ്ങിയെങ്കിലോ? പക്ഷെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊരു വഴിയില്ലല്ലോ. ഒരു വഴി ഉണ്ടല്ലോ. ഏത് വഴി? ഷിഹാബിക്കയുടെ കൂടെ ആയിരുന്നില്ലേ അവൻ ഗൾഫില്? അതെ, ഇക്കയെ വിളിച്ചു പോര്. പറഞ്ഞല്ലോ, അത് ശരിയാണല്ലോ. വിളിച്ചു നോക്കി. ഹലോ ഇക്ക, എന്തുണ്ട് ഇക്ക? സുഖല്ലേ? ആ ഇവിടെ സുഖം. ഓ സിദ്ധു ദേഹത്തുണ്ട്. ആ ഇക്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദുബായിൽ വെച്ചിട്ടേ സിദ്ധുവിന് ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കിടക്കുന്ന അസുഖം ഉണ്ടായിരുന്ന? ആണല്ലേ. ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇക്ക, ഞാൻ ഈ ചോദിച്ച കാര്യം സിദ്ധുവിൻ്റെ അടുത്ത് പറയണ്ട കേട്ടാ. ആ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഓ, അവന് ദുബൈയിൽ വെച്ച് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലാന്ന്. അതും കൂടി ശരിയാവില്ലല്ലോ ലച്ചു. എന്തോ പദ്ധതികളുണ്ട് അമ്മായി, കണ്ടുപിടിക്കണം.